ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ ക്യാരറ്റ് പോളയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ടൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂണ് RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ബദാമ അണ്ടിപ്പരിപ്പ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് RKG ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണേ. അന്ന് ഭയങ്കര ടേസ്റ്റാണ്. ഈ തേങ്ങ ഇട്ടിട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. തേങ്ങയും കൂടി ഇട്ട് ആവശ്യത്തിന് കുറച്ച് നല്ല പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് അതിൻ്റെ ആ ക്യാരറ്റിൻ്റെ ഒന്ന് പച്ചമണോ ആ ചൊയ്യലൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 ക്യാരറ്റിന് ഒരു 3 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. മുട്ടയിലേക്ക് ഞാനൊരു 5-6 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ആ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ക്യാരറ്റില്ലേ, ക്യാരറ്റും തേങ്ങയും മിക്സ് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഒരു പോളയൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈങ് പാൻ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒരു സ്പൂണ് RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ RKGൻ്റെ ടേസ്റ്റും വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നെ നേരത്തെ ഞാൻ വാട്ടിയെടുത്ത ആ ബദാം അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് അതിട്ട് കൊടുത്തിട്ട് ഒരു പഴയ ഫ്രൈങ് പാന് അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഫ്ലെയിമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഫ്ലെയിം. അപ്പോൾ നമ്മുടെ കാമണിക്കൂറാണ് ഞാൻ വെച്ചത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോലെ ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസൊക്കെ അറിയിക്കണേ എല്ലാവരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.